തൃശൂരിലെ ലൈംഗിക അനാശാസ്യ കേന്ദ്രത്തിലുണ്ടായ തർക്കത്തെ തുടർന്ന് മർദ്ദനമേറ്റ ഒഡീഷ സ്വദേശിയായ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് ഒഡീഷ, അസം സ്വദേശികളായ 2 സ്ത്രീകളും 4 പുരുഷന്മാരും ഉൾപ്പെടെ 6 പേരെ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ എന്ത് വിവരങ്ങളാണ് അറിയാനാവുന്നത്? മായ, ഇതിൽ ഏറ്റവും പ്രധാനം നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അനാശാസ കേന്ദ്രം ആണ്. ഇപ്പോൾ അവിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ്. തൃശ്ശൂർ റൗണ്ടിൽ നിന്നും കേവലം 100 മീറ്ററിൽ താഴെ മാത്രം ദൂരപരിധിയുള്ള ഒരു സ്ഥലത്താണ്, ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു എനിക്ക് പുറകിൽ കാണുന്ന ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് ഇത്തരത്തിൽ ഒരു അനാശാസ കേന്ദ്രം. ഇത് ഇതര സംസ്ഥാന തൊഴിലാളികൾ നടത്തുന്ന ഒരു അനാശാസ കേന്ദ്രമാണ്. ഇപ്പോൾ ഈ മരണപ്പെട്ട വ്യക്തിയും ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. ഒഡീസ സ്വദേശികളാണ് പ്രധാനമായും ഈ ഒരു കേന്ദ്രം നടത്തി വരുന്നത്. ഇവിടെ കഴിഞ്ഞ 18-നാണ് ഇത്തരത്തിൽ ഈ ഒരു ധൻപാദ് അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയും ഇവരുടെ ആവശ്യങ്ങൾക്ക് ശേഷം, ഇവരുടെ ഈ ഒരു ലൈംഗിക ആവശ്യങ്ങൾക്ക് ശേഷം ഈ പണ ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിൽ ഏർപ്പെടുകയും ഒപ്പം ഈ നടത്തിപ്പുകാർ, അതായത് ഈ ഒരു അനാശാസ കേന്ദ്രത്തിൻ്റെ നടത്തിപ്പുകാർ ക്രൂരമായി ഇയാളെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം, അതായത് ഇടിവളയടക്കം ഉപയോഗിച്ച് ഇയാളെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. അതിനെ തുടർന്ന് ഇയാൾക്ക് വലിയ രീതിയിൽ പരിക്കേറ്റിരുന്നു. പക്ഷേ നാണക്കേട് കൊണ്ട് ഇത് പുറത്തേക്ക് പറയാനോ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് പോകാനോ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അതിനുശേഷം വലിയ രീതിയിൽ ഈ ഒരു ആഘാതം സംഭവിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആവുകയും തുടർന്ന് ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ഇയാൾ മരണപ്പെടുകയുമാണ് ചെയ്തത്. അത്തരത്തിൽ ഈ നഗരമധ്യത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഈ ഒരു അനാശാസ കേന്ദ്രത്തിലേക്ക് ഇത്തരത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ നിരന്തരം വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തൽ. മാത്രമല്ല, ഇയാൾ ഇവിടെ MG റോട്ടിലുള്ള മറ്റൊരു ഹോട്ടലിലെ ജീവനക്കാരൻ കൂടിയായിരുന്നു ഈ വന്ന വ്യക്തികൾ. ഇയാൾക്കൊപ്പമുള്ള മറ്റു വ്യക്തികളും ഉണ്ടായിരുന്നു. അതിൽ കുറച്ചുപേരെ പോലീസ് ഇപ്പോൾ ഈ ഒരു വീട്ടിനകത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. മാത്രമല്ല, പോലീസിൻ്റെയും ഫോറൻസിക്കിൻ്റെയും പരിശോധന ഇപ്പോൾ ഈ ഒരു വീട്ടിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാന നഗരമധ്യത്തിലുള്ള വീടാണ്. തൃശ്ശൂർ റൗണ്ടിൽ നിന്നും വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു അനാശാസ കേന്ദ്രമാണ് ഇപ്പോൾ പോലീസ് അടക്കം കണ്ടെത്തിയത്. അത് കണ്ടെത്താനുള്ള ഏറ്റവും പ്രധാന കാരണം ഈ ഒരു മരണം സംഭവിച്ചത് കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതികളെ ഉടൻ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിൽ 2 പുരുഷന്മാരും 4 സ്ത്രീകളും അടങ്ങുന്ന പ്രതികളാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. അതിൽ ഒരാൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും വലിയ വിശദമായ രീതിയിലുള്ള ഒരു പരിശോധന ഫോറൻസിക്കിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഈ ഒരു വീട് കേന്ദ്രീകരിച്ച് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 18-നാണ് ഈ ഒരു സംഭവം നടന്നത്. ഇത് സ്ഥിരമായി ഇത്തരത്തിൽ ലൈംഗിക തൊഴിലാളികൾ ഇവിടെ വന്നു പോകുന്നു. ഒപ്പം തന്നെ ഈ മറ്റാളുകൾ, അതായത് ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ നിരന്തരമായി ഇങ്ങോട്ടേക്ക് ഈ ഒരു വീട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതടക്കമുള്ളതാണ് ഇപ്പോൾ പോലീസ് പ്രധാനമായും പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകൾ വേണം. അതായത് ഇത്തരത്തിൽ നഗരമധ്യത്തിൽ ഇത്തരത്തിൽ റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു വീട് ഇത്തരത്തിൽ അനാശാസ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. അതിന് സമാനമായി തന്നെ മറ്റു വീടുകൾ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങൾ ഈ ഒരു പ്രദേശത്ത് ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി പോലീസിന് പരിശോധിക്കേണ്ടി വരും. അത് അനധികൃതമായി തന്നെ ഇത്തരത്തിലുള്ള വീടുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്നും വേണ്ടി വരും എന്നുള്ളതാണ്. എന്തായാലും വലിയ രീതിയിൽ പോലീസ് അടക്കമുള്ള ഫോറൻസിക് അടക്കമുള്ള സംഘങ്ങൾ ഇവിടെ പരിശോധന തുടരുകയാണ്. ഇനിയും ഒരാളെ കിട്ടാനുണ്ട്. അയാൾ രക്ഷപ്പെട്ടു പോയതാണ്. ബാക്കിയുള്ള 6 പേരെ പോലീസ് കൃത്യമായി തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 18-ാം തീയതിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇതിൽ മരണപ്പെട്ട ആളുകളും ആക്രമിച്ച ആളുകളെല്ലാം തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഈ അനാശാസ കേന്ദ്രം അത് വർഷങ്ങളായി ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ നടത്തിക്കൊണ്ട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൃശ്ശൂരിലെ നഗരമധ്യത്തിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു സമീപ പ്രദേശം ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. നിരവധി ഫ്ലാറ്റുകളുണ്ട്, നിരവധി വീടുകളുണ്ട്. ആ ഒരു പ്രദേശത്ത് തന്നെയാണ് ഈ ഒരു അനാശാസ കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും ഈ ഒരു സംഭവം പുറത്തു വന്നതോടുകൂടിയാണ് ഈ ഒരു അനാശാസ കേന്ദ്രത്തെ കുറിച്ച് പോലീസും മനസ്സിലാക്കുന്നത്. ഈ ഒരു കൊലപാതകത്തിന് ശേഷമാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസും ഫോറൻസിക്കും ഇപ്പോൾ മേൽ നടപടികൾ ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇതിന് പുറകിൽ മറ്റാരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ ആളുകളുണ്ടോ, കൂടുതൽ കേന്ദ്രങ്ങൾ ഇതുപോലെ തൃശ്ശൂരിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ അന്വേഷണം നടത്തി വരികയാണ് പോലീസ്. എന്തായാലും പ്രതികളെ ഉടൻ തന്നെ പിടികൂടാൻ പോലീസിനായി എന്നുള്ളതാണ്. അതിൽ 2 പുരുഷന്മാരും 4 സ്ത്രീകളും അടങ്ങുന്ന പ്രതികളെ പിടികൂടിയിട്ടുണ്ട്. ഇവർ തന്നെയാണ്
ഈ വ്യക്തിയടക്കം ഈ മരണപ്പെട്ട വ്യക്തിയടക്കം മർദ്ദിച്ചത്, അയാളെയും കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളെയും മർദ്ദിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ മർദ്ദനമേറ്റതിൽ 2 പേർ ഇപ്പോൾ പോലീസിന് അകത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഇതിനിടയ്ക്ക് ഈ പോലീസ് ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് ഇവിടെ വന്നതാണ്. അവരെ പോലീസ് അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. അവരെ ഈ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതായത് ഈ വ്യക്തിക്കൊപ്പം ഉണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളായിരുന്നു അത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവരെ പോലീസ് അകത്തേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അവിടെ ചോദ്യം ചെയ്യലും മറ്റു നടപടികളും നടക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കാം. എന്തായാലും ഇനി തെളിവടക്കമുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തും ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവരുടെ ഈ ഫോറൻസിക്കിന്റെയും പോലീസിന്റെയും പരിശോധന ഇവിടെ തുടരുകയാണ്. മായ. ശരി, ഹരീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. തൃശ്ശൂരിലെ ലൈംഗിക അനാശാസ്യ കേന്ദ്രത്തിലുണ്ടായ തർക്കത്തെ തുടർന്ന് മർദ്ദനമേറ്റ ഒഡീഷ സ്വദേശിയായ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. അന്വേഷണം പുരോഗമിക്കുകയാണ് ഇപ്പോഴും.